നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ്. സബീറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ആർക്കിടെക്റ്റും ഇന്റീരിയർ ഡിസൈനറുമാണ് അദ്ദേഹം. സ്വാഗതം. ചിലവ് കുറഞ്ഞ വീടുകളുടെ നിർമ്മിതിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി. എങ്ങനെയാണ് ഇങ്ങനെയൊരു സമീപനം ഉണ്ടായത്? എത്ര നാളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു? എനിക്കൊന്നൊരു 10-15-16 വർഷത്തോളമായി ഇപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. പണ്ടൊക്കെ ആളുകൾക്ക് വീട് കെട്ടുക എന്ന് പറയുന്നൊരു 35-40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഉള്ള പൈസകളൊക്കെ കൂട്ടി വെച്ചിട്ട് ഒരു സ്വപ്നമാണ് വീടെങ്കിൽ, ഇന്ന് അതൊരുപാട് മാറിയിരിക്കുകയാണ്. ഇന്നൊരു 28 വയസ്സ് വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു വീട് വേണം, ആ വീട്ടിലായിരിക്കണം തൻ്റെ കുടുംബം സന്തോഷകരമായി ജീവിക്കണം എന്നൊരു സ്വപ്നം ചെറുപ്പക്കാർക്കിടയിലൊക്കെ വളരെയധികം ഉയർന്നു വന്നു കഴിഞ്ഞു. അപ്പോൾ വീട് നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ട് വളരെ നേരത്തെ തന്നെ ആളുകളിൽ വലിയ അറിവ് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ നെറ്റിൻ്റെ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗം വഴിയും പിന്നെ പ്രിൻ്റ് മീഡിയ കൂടിയെല്ലാം ആളുകളിൽ ഇത്തരത്തിലുള്ള അറിവ് വളരെയധികം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം വീട് കെട്ടേണ്ടത്, എൻ്റെ വീടിൻ്റെ നിർമ്മാണം എങ്ങനെയാണ് എന്നൊക്കെ ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടൊരു അറിവ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത്തരത്തിൽ വീട് കെട്ടാൻ എങ്ങനെയുള്ള ആളുകളെ സമീപിക്കണം, എവിടെയാണ് ഞാനത് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു വലിയ വിവരങ്ങൾ തന്നെ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ അതിലേക്ക് പിന്നിലേക്ക് പോവുകയാണോ എന്നൊരു സംശയമാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാധന സാമഗ്രികളെ പറ്റിയിട്ടുള്ള ആളുകൾക്കുണ്ടാകുന്ന അറിവ്, സ്ഥലം വാങ്ങുന്നത് മുതൽ വീടിൻ്റെ പൂർത്തീകരണം വരെയുള്ള ഭാഗങ്ങളെ പറ്റിയിട്ട് മിക്ക ക്ലയൻറ്റുകൾക്കും വലിയൊരു അറിവുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു വലിയ വസ്തുത എന്ന് പറയുന്നത്. ഈ വസ്തുതയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ചിലവ് കുറഞ്ഞ വീടിനെ എങ്ങനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിനെ ശ്രദ്ധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരാൾ, ബഹുഭൂരിപക്ഷം പേരും അവരുടെ ജീവിതകാലത്തിൽ ഒരു തവണയായിരിക്കും മിക്കവാറും ഒരു വീട്, അതൊരു സ്വപ്നം തന്നെയായിരിക്കും. പക്ഷേ എങ്ങനെ പോക്കറ്റ് കാലിയാകാതെ ഒരു വീട് നിർമ്മിക്കാം, കടക്കെണിയിലേക്ക് പോകാതെ ഒരു വീട് നിർമ്മിക്കാം എന്നതായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത്. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കുറച്ച് വസ്തു ഉള്ളവരുണ്ടാകും അതിലൊരു വീട് എന്ന സ്വപ്നം കാണുന്നവർ, ചിലപ്പം വസ്തു പോലും ഇല്ലാതെ ഒരു കുറച്ച് സ്ഥലവും അതിലൊരു വീടും എന്ന സ്വപ്നം കാണുന്നവരുണ്ടാകും. ഇതിൽ അത് സാമ്പത്തികമായി വലിയൊരു കടക്കെണിയിലേക്കോ മറ്റോ പോകാതെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മളെ തേടി വരുന്ന ആളുകൾ മിക്കവാറും അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പം കേരളത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നുമെല്ലാം ധാരാളം മെയിലുകളായിട്ടും ഫോണിലൂടെയെല്ലാം വന്നാലും തിരുവനന്തപുരത്ത് മാത്രമാണ് നമ്മുടെ പ്രവർത്തനം നടത്തപ്പെടുന്നത്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ഇന്നേ വരെ ആരുടെ കയ്യിൽ നിന്നും ഫീസ് വാങ്ങിക്കാതെയാണ് ഈ വീട് കെട്ടിക്കൊടുക്കുന്നത്. 1 രൂപ പോലും ഫീസ് വാങ്ങിച്ചിട്ടില്ല. 2, ആദ്യം തന്നെ ക്ലയൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്ലയൻറ്റ് പറയും എൻ്റെ കയ്യിൽ 8 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം. ധാരാളം അറിവും 10 ലക്ഷം കൊണ്ട് വരുന്ന ഒരാൾക്ക് മനസ്സിൽ 35-40 ലക്ഷത്തിൻ്റെയും വീടാണ് എങ്കിൽ അത് കെട്ടിക്കൊടുക്കാൻ സാധിക്കത്തില്ല. മറിച്ച് അവർക്ക് ആ 10 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് വീട് കെട്ടാം, അതിലെത്ര മുറികളുണ്ടാവും, ഏത് ഇതായിരിക്കും തിരഞ്ഞെടുക്കേണ്ടതെന്ന് നമ്മൾ ആദ്യം തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിക്കനുസരിച്ചാണ് വീടിൻ്റെ പിന്നീടുള്ള ഓരോ ഘട്ടവും നമ്മൾ തുടങ്ങി വരുന്നത്. ചിലപ്പോൾ ആളുകൾ വരുന്ന സമയത്ത് കയ്യിൽ ക്യാഷും വളരെ കുറച്ച് കാശും വലിയ അറിവുമായിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ 3 മുറി വേണം, 1300-1400 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ആവശ്യപ്പെട്ട് വരുന്നത്. ഇതൊന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. നമ്മുടെ ശ്വാസം വളരെ കുറച്ചേ ഉള്ളൂ, അത് ഏത് സമയത്തും നിശ്ചലമാകും. നമ്മൾ 70, 80, 90, 200 വർഷം ജീവിക്കുന്നവരല്ല, മറിച്ച് നമുക്ക് ആവശ്യമുള്ള സമയം അത്രയും കടമില്ലാതെ, ആദ്യം ചോദിച്ച പ്രധാന ചോദ്യത്തിലേക്ക് വന്നുകൊണ്ട് കടമില്ലാതെ പലിശയ്ക്ക് വാങ്ങിക്കാതെ പാല് കാച്ചുന്ന സമയത്ത് വളരെ സന്തോഷകരമായിട്ടൊരു കുടുംബം ഒരു വീട്ടിലേക്ക് ഒരു ഗൃഹപ്രവേശനം നടത്തുമ്പോഴാണ് ആർക്കിടെക്റ്റിനും ഒപ്പം ആ ക്ലയൻറ്റിനും പൊതുസമൂഹത്തിനും ബഹുസ്വര സമൂഹത്തിനും ഒക്കെ സന്തോഷം തോന്നുന്നത്. ആ രീതിയിൽ വീട് നിർമ്മാണത്തിനെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടാണ് എനിക്ക് തോന്നുന്നത് ധാരാളം വീടുകൾ നമ്മൾ കെട്ടിക്കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ചില ഓൺലൈൻ സൈറ്റുകളിലൊക്കെ താങ്കളെക്കുറിച്ച് കണ്ടു. 8 ലക്ഷത്തിന് വീട് അല്ലെങ്കിൽ 10 ലക്ഷത്തിന് 1200 സ്ക്വയർ ഫീറ്റ് വീട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കണ്ടു. ഇത് എങ്ങനെ സാധ്യമാകും? ഇപ്പോൾ നമ്മളുടെ നിർമ്മാണ സാമഗ്രികളുടെ വില ദിവസവും അത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് അത്രയും ചിലവുണ്ട്, അതൊരു യാഥാർത്ഥ്യമായി നിൽക്കെ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്?
ഇപ്പം നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇൻ്റർലോക്ക് സംവിധാനങ്ങളല്ല, മൺവീടല്ല, മുള കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളല്ല. നമ്മൾ ചെയ്യുന്നത് സാധാരണ ഈ ഹോളോ ബ്രിക്സിൻ്റെ നിറകല്ലാണ് ഉപയോഗിക്കുന്നത്. 8 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെയും നിറകല്ല് വെച്ചുകൊണ്ട് കരിങ്കല്ല് പാടം അല്ലെങ്കിൽ നികത്തിയ ഭാഗത്താണെന്ന് ഉണ്ടെങ്കിൽ അവിടെ കോൺക്രീറ്റിൻ്റെ കുട്ടി ചെറിയ പില്ലറുകൾ കൊടുത്തുകൊണ്ട് ഇങ്ങനെ സാധാരണ വീടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീടുകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ 6 ലക്ഷമോ 7 ലക്ഷമോ ഉള്ള ഒരാൾക്കാണെങ്കിൽ നേരിട്ടാണ് നമ്മൾ അത്തരം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയും സ്ഥലത്തെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നീട് വാല്യുബിളായിട്ട് അവരുടെ ഓരോ മണിയും വാല്യുബിളായിട്ടാണ് ആ ഓരോ നിർമ്മാണ ഘട്ടത്തെ നമ്മൾ കരുതി വയ്ക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഇൻ്റർലോക്ക് കൊണ്ടും പോളിഷ് കട്ട കൊണ്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഹുർഡീസ് കട്ട കൊണ്ട് നിർമ്മിക്കുന്ന വീട്, മൺവീടുകൾ, മുള കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളൊക്കെ റീസെയിൽ വാല്യൂ ഇല്ലാത്ത അവസ്ഥയാണ് എങ്കിൽ ഇത്തരം വീടുകൾ ഒരാവശ്യം വന്ന് കൊടുത്താൽ പോലും അന്നത്തെ മാർക്കറ്റ് വില കിട്ടും എന്ന വസ്തുതയും ഇതിൻ്റെ അകത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ആദ്യമൊക്കെ ഒരുപക്ഷെ നമുക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും പിന്നീട് നിർമ്മാണ ഘട്ടം പൂർത്തിയാക്കുമ്പോൾ ഈ വീടിൻ്റെ പിന്നെ 8 ഇഞ്ചിലും 6 ഇഞ്ചിലും നിർമ്മിക്കുന്ന സോളിഡ് ബ്ലോക്ക് കട്ടകളിലുള്ളത്, പ്ലാസ്റ്ററിങ് സിസ്റ്റം, ഒപ്പം പുട്ടി വർക്കുകൾ, പെയിൻറ്റിങ് എല്ലാം എനിക്ക് തോന്നുന്നൊരു പോഷ് വീടിനെ വയ്ക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും. അതിൽ പ്രധാനമായിട്ടും ഒരു വീട് വയ്ക്കുമ്പോൾ നമുക്ക് ചിലവെന്ന് പറയുന്നത് ഇപ്പം ബെൽറ്റ് വാർക്കണ സമയത്ത്, ലിൻഡിൽ വാർക്കണ സമയത്ത്, ഒപ്പം മെയിൻ വാർക്ക്, ഇതിനെല്ലാം ചിലവ് വരുന്ന ഒരു ഭാഗമുണ്ട്. നമ്മൾ വീട് പണിക്ക് പലരും ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണിത്. കഴകൾ സ്വന്തമായിട്ട് വേണം, പലക വേണം, ഒപ്പം ഷീറ്റ് വേണം. ഇത് കോസ്റ്റ്ലിയാണ്. ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കുമ്പം പോലും ഏതാണ്ട് 2.25 ലക്ഷം 3 ലക്ഷം രൂപയുടെ ഇത്തരത്തിലുള്ള എക്യുപ്മെൻസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ഇതിന് പുറത്ത് സ്ക്വയർ ഫീറ്റിനാണ് റേറ്റ് ഈടാക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് ഇത്തരം സാധനങ്ങൾ ആർക്ക് വേണമെങ്കിലും സൗജന്യമായി ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാം. ഈ സാധനങ്ങൾ തികച്ചും സൗജന്യമായിട്ടാണ് ക്ലയൻറ്റുകൾക്ക് കൊടുക്കുന്നത്. 30 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ നമുക്കിത് സാധ്യമാക്കാൻ പറ്റുന്നുള്ളൂ എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മളുടെ വീടിൻ്റെ 1 ഫീസ് നമ്മൾ വാങ്ങാറില്ല, 2 ഇത്തരത്തിലുള്ള എക്യുപ്മെൻസുകൾ സൗജന്യമാണ്, 3 നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളിൽ പല ആളുകളും ബൾക്കായിട്ട് തരുന്നവരെല്ലാം വർഷങ്ങളായി പരിചയമുള്ളൊരു വിശ്വസ്തരുമാണ്. അതുകൊണ്ടാണ് ഒരു എഗ്രിമെൻ്റ് പോലും ഇല്ലാതെ ആളുകൾ വിശ്വസ്തമായിട്ട് ഇവിടെ പണം തരികയും അത്തരം കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കും. ഒറ്റയ്ക്ക് ഒരാൾ വീട് നിർമ്മിക്കാൻ ഇറങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്നു. ഈ ഹോൾസെയിൽ പർച്ചേസിലേതുൾപ്പെടെയുള്ള ലാഭവും അതിൽ വരുന്നു. അതിനുമപ്പുറം ഇപ്പോൾ ഒരു വീടെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ അവർ ഇതുവരെ കണ്ടിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്, ആഗ്രഹിച്ചിട്ടുള്ളതെല്ലാം അതിൽ കൊണ്ടുവരാനുള്ളൊരു ശ്രമം ഉണ്ടാകും. അപ്പോൾ കുറച്ചാണ് പൈസയെങ്കിൽ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ആവശ്യങ്ങൾ മാത്രമാണ് മീറ്റ് ചെയ്യാൻ കഴിയുകയെന്ന് താങ്കൾ പറയുകയുണ്ടായി. അപ്പോൾ ഈ സൗന്ദര്യത്തിൽ, വീടിന്റെ ഭംഗിയിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണോ ഇത്തരം നിർമ്മിതികൾ നടത്തുന്നത്? അതെ, ചിലപ്പോൾ ചില സ്ഥലങ്ങൾ ബഡ്ജറ്റ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ടാവും. അങ്ങനെ വരികയാണെങ്കിൽ നേരത്തെ എലിവേഷൻ കൊടുത്തുകൊണ്ട് ആ ഭംഗി ആസ്വദിക്കാൻ അവർക്ക് നമ്മൾ അനുവാദം കൊടുക്കത്തില്ല. ആ എലിവേഷൻ്റെ അകത്തെല്ലാം ചേഞ്ചസ് വരുത്തും. പിന്നെ കണ്ടംപററി സ്റ്റൈലിലുള്ള വീടുകൾക്കായിരിക്കും ചിലവ് കുറച്ച് കുറവുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള എലിവേഷനുകളായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇൻറ്റീരിയർ തിരഞ്ഞെടുക്കുമ്പോഴും മിക്ക വീടുകൾക്കും ഉള്ളിൽ ഇപ്പോൾ വീടെല്ലാവരും കെട്ടും 10, 18, 20 ലക്ഷം രൂപ കൊടുത്ത് വീട് കെട്ടാൻ താല്പര്യം. പക്ഷേ അവസാനം ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയറാണ്, അകത്ത് വരുന്ന ഭംഗികളാണ്. ഏത് രീതിയിലും ഇൻറ്റീരിയർ ചെയ്യാമെന്നുള്ളതാണ്. എന്ത് സാധനങ്ങൾ ഉപയോഗിച്ചും പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചും ഒക്കെ ഇൻറ്റീരിയർ ചെയ്യാം. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തയ്യാറെടുക്കുകയും ക്ലയൻറ്റ് മാനസികമായിട്ട് ഇത്തരം സാധനങ്ങൾ വയ്ക്കുന്നതിന് തൃപ്തരാകുകയും വേണം. ചില ക്ലയൻറ്റ് പറഞ്ഞ് ഇത്തരം സാധനങ്ങൾ വേണ്ട, അത് നാണക്കേടാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ വീടിൻ്റെ പുറവും അകവും ഒക്കെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കത്തില്ല. ഭംഗി നിലനിർത്തി തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ കുറച്ച് വസ്തു മാത്രമുള്ളവർ, ചിലപ്പം 2 സെന്റ് ആയിരിക്കും, 1.25 സെന്റിലോ മറ്റോ ഒരു വീട് നിർമ്മിച്ചത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ ഇത് കോർപ്പറേഷൻ്റെയൊക്കെയും നിയമങ്ങളൊക്കെ തിരുവനന്തപുരത്താണല്ലോ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെയും പരിമിതികളുണ്ട്. അതിനുള്ളിൽ നിന്ന് ഈ കുറച്ച് വസ്തു ഉള്ളവർ, അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ഷേപ്പ് ഒരു വീടിൻ്റെ നിർമ്മാണത്തിന് ഉതകുന്നതായിരിക്കില്ല. അങ്ങനെയുള്ള ചില വീടുകൾ അതിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയുള്ള നിർമ്മാണങ്ങൾ ഏറ്റെടുക്കാറുണ്ടോ?
ഇല്ല, അത് ഏതൊരു വസ്തുവിലും നമുക്ക് പണിയാൻ സാധിക്കുന്നുള്ളതാണ്. ഇപ്പം ചില ആളുകൾ വിളിച്ചിട്ട് പറയാറുണ്ട്, എനിക്ക് കഴിഞ്ഞ ഒരു ക്ലയൻറ്റിന് ചെയ്ത് വട്ടപ്പാറയിൽ ചെയ്തതോ അല്ലെങ്കിൽ കാഞ്ഞിരംകുളത്ത് ചെയ്ത ക്ലയൻറ്റ് ഡ്രോയിങ് അയച്ചു തരൂ, ഞങ്ങളത് ചെയ്തോളാം. അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല. ഏതൊരു ഭൂമിക്കും ഒരളവുണ്ട്, അതിൻ്റെ ഒരു മട്ടക്കോൺ അത്ര ഭംഗിയായിട്ട് ആ ഭംഗിക്കനുസരിച്ചിട്ടാണ് ആ കെട്ടിടത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പം 1.5 സെൻറ്റ് ആയാലും പിന്നെ കോർപ്പറേഷൻ്റെ ആയാലും മുനിസിപ്പാലിറ്റിയുടെ ആയാലും പഞ്ചായത്തിൻ്റെ ആയാലും റൂളിൽ ചില സ്ഥലങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്. അതിലൊന്ന് മെയിൻ റോഡുകളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 4 മീറ്റർ വിടണം. സ്ഥലത്ത് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ആണെങ്കിലും ചില കോർപ്പറേഷനിലും 3 മീറ്റർ വിട്ടാൽ മതിയാകും, ചിലയിടത്ത് 1.5 വിട്ടാൽ മതിയാകും. അങ്ങനെ ചില പിന്നെ അസിസ്റ്റൻ്റ് എൻജിനീയേഴ്സ് അവിടെ കുറച്ച് റൂൾസുകൾ അതാത് എഒമാർ നിശ്ചയിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് വരയ്ക്കാം. പക്ഷേ സ്ഥലം ഏതായിരുന്നാലും, ഇപ്പം ത്രികോണാകൃതിയിലായാലും ഇനി സമചതുരമായാലും ദീർഘചതുരം ഒക്കെ ആയാലും വരയ്ക്കാൻ ഒരു പാടുമില്ല. വീട് വളരെ ഭംഗിയായിട്ട് സ്ഥലത്തിൻ്റെയും റോഡിൻ്റെയും ആ ഭൂപ്രദേശത്തിൻ്റെയും കാലാവസ്ഥയ്ക്കും ഒക്കെ അനുസരിച്ച് വീട് കെട്ടുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല. ഇപ്പോൾ പല പരസ്യങ്ങളും ബജറ്റ് ഹോംസ് എന്നൊക്കെ പറഞ്ഞ് പല പരസ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവർ ചോദിക്കുന്നത് 50-ന് മേളിലോട്ടോ അല്ലെങ്കിൽ 50 വരെയോ 50 ലക്ഷം രൂപ എന്നൊക്കെയാണ്. അപ്പോൾ ബജറ്റ് എത്രയാണ്, ബജറ്റ് ഹോംസ് എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്ന് പോലും നമുക്ക് അറിയാത്ത ഒരു സാഹചര്യമാണ്. ഒരു മിനിമൽ ബജറ്റിൽ ഒരു 2 ബെഡ്റൂം വീട് ഒരാൾക്ക് പണിയണമെങ്കിൽ അതിന് ഒരു മിനിമൽ ബജറ്റ് നിങ്ങളുടേത് എത്രയാണ്? നമുക്ക് 5 ലക്ഷമോ 6 ലക്ഷമോ ഇനി 4 ലക്ഷം കൊണ്ട് ഒരാൾ വന്നാലും താമസിക്കണം എന്നാണ് അവരുടെ ആഗ്രഹമെങ്കിൽ ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം അയാളുടെ കയ്യിൽ അത്രയേ കാണുകയുള്ളായിരിക്കും. ഇപ്പം ഞാൻ എത്രയോ വർഷം വാടക വീട്ടിൽ താമസിച്ച ആളാണ്. എൻ്റെ പിതാവ് പറയുന്ന ഒരു വസ്തുതയുണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മളുടെ ജീവിതം ഒരിക്കലും ഇവിടെയല്ല, അതൊക്കെ ഈശ്വരനുമായി ബന്ധപ്പെട്ട് മറ്റൊരു ലോകത്തേക്ക് ഞാൻ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കടക്കാരനില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഭാഷ. ആ ഭാഷയെ നമ്മളും കടമെടുത്തുകൊണ്ട് ആ ഭാഷയ്ക്കൊപ്പം നമ്മൾ ആ തോണിയിൽ സഞ്ചരിക്കുമ്പോൾ ബഡ്ജറ്റിനനുസരിച്ച് ഒരാളുടെ ആവശ്യം പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇതിനപ്പുറത്തേക്കില്ല എന്ന് പറഞ്ഞു വരുന്ന അനവധി ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ആ ബഡ്ജറ്റിനനുസരിച്ച് നിന്നുകൊണ്ട് അവർ കൊണ്ടുവരുന്ന കൂടുതൽ ആഗ്രഹങ്ങളെ ഈ വള്ളത്തിൽ കയറ്റാതെ നമ്മൾ കൊടുക്കുന്നത് വെച്ചുകൊണ്ട് അവർക്ക് ആവശ്യം, ഇപ്പോൾ 2 ആമക്കളുണ്ട്, ഒരു അമ്മ ഉള്ളൊരു വീട്ടിലാണ്, അവർക്ക് 2 മുറി ആവശ്യമാണ്. ആ മുറികളെ അങ്ങനെ തന്നെ 10 റൂമായിരിക്കും കൊടുക്കാൻ സാധിക്കും. പക്ഷേ 2 റൂം കൊടുത്തുകൊണ്ട് തന്നെ ഒരു ലിവിങ്ങും ചെറിയ ഡൈനിങ്ങും കിച്ചണും ഒക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ട് അവരെ താമസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഭംഗിയിൽ ചില കോംപ്രമൈസുകൾ നമ്മളുടെ പണം അനുസരിച്ച്, നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ട് അതിനനുസരിച്ച് ചില കോംപ്രമൈസുകൾ വേണ്ടിവരും. പക്ഷേ ഈ വീടിൻ്റെ ബലം, അതിലൊരു കോംപ്രമൈസും ഒരു ഘട്ടത്തിലും ആരും ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ഒരു നില വീട് വെക്കാനാണ് നമുക്ക് ഉള്ള സമ്പത്ത് എങ്കിൽ പോലും ഭാവിയിൽ അത് എക്സ്പാൻഡ് ചെയ്യുക എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഒരു പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുമ്പോൾ മുകളിലൊരു നില അല്ലെങ്കിൽ അതിന് മുകളിലൊരു നില കൂടി പണിയാൻ കഴിയുക എന്നത്, അപ്പോൾ അടിത്തറ അത്ര ബലമുള്ളതായിരിക്കണമല്ലോ. ഇങ്ങനെയുള്ള മിനിമൽ ബജറ്റിലുള്ള വീടുകൾക്ക് അടിത്തറ എങ്ങനെയാണ്? ഇല്ല, ഇപ്പം ബഡ്ജറ്റ് ഹോംസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ലോ കോസ്റ്റ് വീടുകൾക്കുമൊക്കെ ഒരുപക്ഷെ പല രീതിയിലാണ് പല ആർക്കിടെക്റ്റ് അവരുടെ മാനസിക നിലയ്ക്ക് അനുസരിച്ചിട്ടാണ് അവരത്തരം കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വരികയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ഇനി ഒരു എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയില്ല എങ്കിൽ ബേസ്മെൻറ്റ് ആ രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇനി അതല്ല, ഞങ്ങൾക്ക് പിന്നീട് ഒരു 2 മുറി കെട്ടണം, അതുകൊണ്ട് അകത്തുകൂടി കൊടുക്കണം എന്ന് കണ്ടാൽ നമുക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റിന് ഒരു 3 lakhs ബേസ്മെൻറ്റിന് ചിലവാകുന്നത് എങ്കിൽ ഒരു 25,000 50,000 രൂപയ്ക്ക് അപ്പുറത്തേക്ക് പിന്നീടില്ല. അതുകൊണ്ട് അത്തരം കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണെങ്കിൽ അതൊരു മനുഷ്യത്വപരമാണ് എങ്കിൽ പിന്നീട് സാമ്പത്തികം കിട്ടുമ്പോൾ അവരുടെ പ്രൈവസിക്ക് അത് ഉചിതമാകുന്നുവെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നിങ്ങളൊരു സിന്ദൂരം ചാരിറ്റബിൾ ട്രസ്റ്റ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ചെലവ് കുറഞ്ഞ വീടുകളുടെ നിർമ്മിതി പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ ട്രസ്റ്റിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്? ഈ കൊണ്ടുവരുന്ന പൈസയ്ക്ക് ചെലവ് കുറച്ച് വീട് നിർമ്മിക്കുക എന്നതാണോ, അതോ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി വീട് നിർമ്മിതി അങ്ങനെ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടോ? ഇല്ല, ഞാൻ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ വേൾഡ് മെമ്പറായിട്ടാണ് ഇരുന്നിരുന്നത് 7 വർഷക്കാലം. അപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് നമുക്ക് വർക്ക് ചെയ്യുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. സ്ത്രീകളാൽ മാത്രം നയിക്കപ്പെടുകയും സ്ത്രീകൾ തന്നെ നിയമങ്ങൾ കൊണ്ടുവരികയും
അവർ തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മേഖലയാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി, മദർ തെരേസയുടെ. അപ്പോൾ അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഒരുപാട് നമുക്ക് അസ്വസ്ഥതകളുള്ളതുകൊണ്ട് തിരുവനന്തപുരത്തുള്ള നല്ല സുഹൃത്തുക്കൾ അവർ പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ ശരിക്കും ഈ ട്രസ്റ്റിൻ്റെ രൂപകൽപ്പന കൊണ്ടുവരുന്നത്. ഇതിൻ്റെ അകത്ത് വീട് മാത്രമല്ല, അശനരും ആലംബഹിലുള്ള ആരുണ്ടോ അവർക്കൊക്കെ നമ്മളൊരു സഹായമായിട്ട് എന്താവശ്യമാണോ ട്രസ്റ്റിന് മുന്നിൽ വരുന്നത് അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. വീട് മാത്രമല്ല അതിൻ്റെ അകത്ത് വരുന്നത്. എനിക്ക് തോന്നുന്നു ധാരാളം വീടുകൾ വച്ച് നൽകിയിട്ടുണ്ട് എങ്കിലും അതിൻ്റെ അകത്ത് വരുന്ന ആവശ്യങ്ങൾ വീടും മാത്രമല്ല, ധാരാളം മരുന്നില്ലാത്തവരും വിവാഹത്തിന് കാശില്ലാത്തവരും രോഗികളായിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അത് കൂട്ടിണക്കിയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് ട്രസ്റ്റ് രൂപവൽക്കരിച്ചിട്ടുള്ളത്. ഈ ലാഭം മാത്രമല്ല ലക്ഷ്യം എന്നാണല്ലോ പറയുന്നത്. ഈ നമ്മൾ പല ഇടങ്ങളിലും കാണാറുണ്ട്, ചിലപ്പോൾ ഒരു നല്ല കാലത്ത് ഒരു വീട് വലിയ രീതിയിൽ വെച്ച് തുടങ്ങി, പക്ഷെ അത് പൂർത്തീകരിക്കാൻ പോകാതെ പാതി വഴിയിൽ നിൽക്കുന്ന പല വീടുകളും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയിൽ തുടങ്ങി പിന്നീട് അത് പൂർത്തീകരിക്കാൻ പറ്റാത്ത രീതിയിൽ പണം പെട്ടെന്നില്ലാതെ അല്ലെങ്കിൽ തീർന്നു പോയ സാഹചര്യത്തിലൊക്കെ നിന്നു പോകുന്ന വീടുകൾ, അത് പൂർത്തിയാകാതെ തന്നെ അതിൽ താമസിക്കേണ്ടി വരുന്നവരൊക്കെയുണ്ട്. അങ്ങനെ ഉള്ള വീടുകൾ ഏറ്റെടുത്ത് അതിൻ്റെ പണി പൂർത്തിയാക്കുമോ, അതോ ആദ്യം മുതലേ നിങ്ങളെ ഏൽപ്പിച്ചാൽ മാത്രമേ ഈ സഹായം ലഭിക്കുകയുള്ളൂ? ഒരുപാട് ആളുകൾ അങ്ങനെ തേടി വന്നിട്ടുണ്ട്. ഡോക്ടർമാരും എഞ്ചിനീയർമാർ തന്നെ, ഈ ബിടെക് പഠിച്ച് ഈ കമ്പ്യൂട്ടർ സെക്ഷനിലുള്ള ആളുകൾ, അതുപോലെ ഒരു ജഡ്ജ് ഇതേ അവസ്ഥയിൽ തൻ്റെ വീട് 85 ലക്ഷം രൂപ കോൺട്രാക്ടർ ചെയ്ത്, പക്ഷേ ഇന്ന് വളരെ ദുരിതത്തിലാണ്. ഇനി എനിക്ക് അടയ്ക്കാൻ പോലും ബാങ്കിൽ അടയ്ക്കാൻ പറ്റുന്നില്ല, പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, കയറി താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ താങ്കളെപ്പോലൊരാളാണ് അത് ചെയ്തു തരുന്നത് എന്ന് പറയാൻ എനിക്ക് അതും ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും എനിക്ക് ആ വീട് പൂർത്തിയാക്കി തരണം എന്നൊക്കെ പറഞ്ഞു വരുന്ന പ്രമുഖരായിട്ടുള്ളവരും അതുപോലെ താഴെത്തട്ടിലുള്ളവരും ധാരാളമുണ്ട്. എന്നാൽ തിരക്ക് കാരണം ഇപ്പം തന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്നതിനേക്കാൾ ഓവർലോഡാണ് തിരുവനന്തപുരത്ത്. 350-400 പ്രോജക്റ്റാണ് ഈ 30 കിലോമീറ്റർ ചുറ്റളവിൽ. അതുകൊണ്ട് അത്തരം വർക്കുകൾ വന്നാൽ സ്നേഹത്തോടെ മിക്കവാറും ഒഴിവാക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ചില സ്നേഹബന്ധങ്ങൾ, ചില വ്യക്തിത്വങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തു കൊടുക്കണം അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിൻ്റെ അപ്പോഴത്തെ ഒരു മൂഡാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച്. എങ്ങനെയാണ്, ഓഫീസ് ഉണ്ടോ? ഇപ്പോൾ ഈ ഒരു ഷോ കാണുമ്പോൾ തന്നെയും ഒരുപാട് പേർക്ക് ചിലപ്പോൾ താങ്കളെ സമീപിക്കണമെന്ന് തോന്നുന്നുണ്ടാകാം. ചിലവ് കുറഞ്ഞ വീടുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരുണ്ടാകാം, അതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശമൊക്കെ നൽകാൻ കഴിയുന്ന വ്യക്തി കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ എവിടെയാണ് നിങ്ങളുടെ ഓഫീസ്, എങ്ങനെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും? എനിക്ക് അങ്ങനെ ഒരു വലിയ ഓഫീസ് സമ്പ്രദായങ്ങളോ സിസ്റ്റമോ ഒന്നുമില്ല. പല ഇതുപോലുള്ള മീഡിയാസും ഇതിലുള്ള രീതിയിൽ തന്നെയാണ് എന്നുള്ള അറിവ് പങ്കിടുന്നത്. മൊബൈലിൽ വിളിച്ച് ആളുകൾ വരികയും, ഞാൻ താമസിക്കുന്നത് ശാന്തിഗിരിയുടെ ഹൗസിലാണ് താമസിക്കുന്നത്, ആശ്രമ ഹൗസിലാണ് താമസിക്കുന്നത്. ഞാനിതുവരെ വീടുകളൊന്നും കെട്ടിയിട്ടില്ല സ്വന്തമായിട്ട്. അപ്പോൾ ഞാൻ മ്യൂസിയത്തിൻ്റെ അടുത്തുള്ള വീട്ടിലാണ് ഇപ്പോൾ എൻ്റെ താമസം. അവിടെ തന്നെയാണ് ആളുകൾ കാണാൻ വരുന്നതും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. വളരെ നന്ദി സബീർ, എന്തായാലും വന്നതിനും ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞതിനും. ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടിയുണ്ട് സിന്ദൂരം ചാരിറ്റബിൾ ട്രസ്റ്റിന്. എന്തായാലും ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഒരുപാട് പേർക്ക് ആശ്വാസമായി ചിലവ് കുറഞ്ഞ വീടുകൾ ഇനിയും നിർമ്മിച്ച് നൽകാൻ കഴിയട്ടെ.